കിടപ്പുരോഗിയായ വയോധികയെ തെരുവുനായ കടിച്ചുകൊന്നു. തൃശൂരിലാകട്ടെ ഒന്നാം നില പണിതത് കോണിയില്ലാതെയും. നമസ്കാരം, കേരള ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. വയോധികയുടെ മരണം കേരളത്തെ നടുക്കുമ്പോൾ തൃശൂർ കൃഷി ഓഫീസിലെ പണി കേട്ട് ജനം മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടാകും. വോട്ടെടുപ്പ് ഒറ്റഘട്ടമായിട്ടായിരിക്കും. അതേസമയം സുധാകരനെതിരെ പോസ്റ്ററുകളും SFIയുടെ യൂദാസ് വിളിയും ഇടതുപക്ഷത്ത് വലിയ ചർച്ചയാകുന്നു. ശശിയാകുമെന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ മുന്നറിയിപ്പും ഇതിനിടയിലുണ്ട്. ആലപ്പുഴയിൽ കുടിവെള്ളമില്ല. റെയിൽവേ വികസനം പാളം തെറ്റുന്നു. സജി ചെറിയാനെതിരെ മണിയും ശശീന്ദ്രനെതിരെ ജാതീയ ആരോപണവും മധുസൂദനന്റെ ചുമരെഴുത്തു മറച്ചതും വലിയ വിവാദമായി. CC മുകുന്ദനും ദീപ്തി മേരി വർഗീസും മേജർ രവിയും സീറ്റുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. നേമത്ത് ശബരിനാഥനോ രാഹുൽ ഈശ്വരോ വരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കാസർഗോഡ് ഖനനത്തിനെതിരെ സമരവും ബാബു ദിവാകരന്റെ രാജിയും രാഷ്ട്രീയ ഭൂകമ്പമുണ്ടാക്കുന്നു. അധ്യാപകന് പോക്സോ തടവും ഗ്രേസ് മാർക്ക് പരിഷ്കരണവും വിദ്യാഭ്യാസ മേഖലയിലെ വാർത്തകളാണ്. റേഷൻ കാർഡ് വിവാദവും റോറോ സർവീസും സർക്കാർ ജീവനക്കാരുടെ 5 പ്രവൃത്തി ദിനവും ഇന്നത്തെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ ന്യൂസുകളിൽ നിങ്ങൾക്കെന്തു തോന്നി? കമന്റ് ചെയ്യൂ. ശുഭദിനം.